ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്ന രണ്ട് നടിമാരായ സൂസൻ സറണ്ടൺ, ജീന ഡേവിസ്, ഇവർക്ക് രണ്ടുപേർക്കും ആ വർഷത്തെ ബെസ്റ്റ് ആക്ട്രസിനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു എന്ന അപൂർവത. ക്ലൈമാക്സ് ഞാൻ എപ്പോൾ കണ്ടാലും കരയുന്നൊരു സിനിമ. റിഡ്ലി സ്കോട്ടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും എല്ലാവർക്കും? സംശയമൊന്നുമില്ല, ഗ്ലാഡിയേറ്റർ. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും അത് 91 ഇറങ്ങിയ തെൽമ ആൻഡ് ലൂയിസ് എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ്. സ്ത്രീയുടെ ഇൻഡിവിജ്വാലിറ്റി, അവളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വാതന്ത്ര്യമില്ലായ്മ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ സിനിമ ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വർഷത്തെ ഓസ്കാർ അവാർഡിൽ 5 പ്രധാനപ്പെട്ട നോമിനേഷൻ ഈ പടത്തിന് കിട്ടി. റിഡ്ലി സ്കോട്ടിന് ബെസ്റ്റ് ഡയറക്ടർ, അതുപോലെ തന്നെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് എഡിറ്റിംഗ്, ബെസ്റ്റ് ആക്ട്രസ്. ഒരു സ്ത്രീ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്, കാലി കൗരി. ഈ 5 നോമിനേഷനിൽ, 5 പ്രധാനപ്പെട്ട നോമിനേഷനിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് മാത്രം ഇതിന് കിട്ടി. ഇത് 2 സ്ത്രീകളുടെ കഥയാണ്. ഈ സിനിമ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റോഡ് മൂവി ആയിട്ട് പറയാം, ഒരു ബെസ്റ്റ് ഫെമിനിസ്റ്റ് മൂവിയായി പറയാം. ഏതർത്ഥത്തിൽ വേണമെങ്കിലും ഇത് കാണുന്ന ആൾക്ക് തീരുമാനിക്കാം. ഇവർ രണ്ടുപേരും കാർ എടുത്തിട്ട് ഇറങ്ങുകയാണ്. ഒരു യാത്ര, ഒരു ട്രിപ്പ്. വിവാഹത്തിന് ശേഷം തളർന്നുപോയ ചിറകുകൾക്ക് കൂടുതൽ ശക്തിയും സൗന്ദര്യവും ഒക്കെ വന്നു. 2 പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ. അവരുടെ ഒരു ലൈഫാണ്, അവരുടെ ഒരു യാത്ര, അവരുടെ ലൈഫ്. ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട റോളിൽ അഭിനയിച്ച 2 സ്ത്രീകൾക്കും ആ വർഷത്തെ ബെസ്റ്റ് ആക്ട്രസിനുള്ള ഓസ്കാർ നോമിനേഷൻ കൊടുത്തു. ഓസ്കാറിന്റെ ചരിത്രത്തിൽ തന്നെ ആകെ 2 സിനിമയ്ക്കേ ഉള്ളൂ. 1950 ഓൾ അബൌട്ട് ഈവ് എന്ന് പറഞ്ഞൊരു സിനിമ, 1950 അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ വർഷം 2 പേർക്കും കിട്ടിയില്ല. ജൂഡി ഫോസ്റ്റർ, സൈലൻസ് ഓഫ് ദ ലാംസ്, അവർക്കാണ് അവാർഡ് കിട്ടിയത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റീ റെക്കോർഡിങ് ചെയ്ത ആരാന്നറിയോ? നമ്മളെ പുലി സിമ്മർ, ഹാൻസ് സിമ്മർ. കുറെ കഴിയുമ്പോൾ പടം റോഡ് മൂവിന്റെ ട്രാക്കിലേക്ക് അങ്ങോട്ട് കയറും. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഇപ്പോഴും കണ്ണടച്ചാലും ഓരോ സീനും, ഷോട്ടും, ഫ്രെയിമും, BGM-ഉം, കുറച്ച് ഹെലികോപ്റ്ററിന്റെ ഷോട്ടൊക്കെ ഉണ്ട്. ഒരുപാട് പേർക്ക് ഈ സിനിമയെ പറ്റി അറിയുന്നുണ്ടാവും. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ, അത്രേ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു ഗംഭീര സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.